ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തവ ഫിഷ് ഫ്രൈ ആയിട്ടാണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു അരപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ആവോലി എന്ന് പറഞ്ഞ മീനാണ്. ഇത് ഞാൻ അതിൻ്റെ തൊലി നേരിയതായിട്ട് അതിൻ്റെ തൊലി പുറത്തുള്ളത് കളഞ്ഞിട്ട് ഞാൻ അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, നടുവേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. അരപ്പെല്ലാം അകത്തും പുറത്തും ഒക്കെ പുരട്ടാൻ വേണ്ടി നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുറത്ത് നന്നായിട്ട് ഡീപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്, ഡീപ്പായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ വശവും അതുപോലെ ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അരപ്പ് അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് അരപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ചെയ്ത് വെക്കണം. അതിനു വേണ്ടിയുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 3 മീഡിയം സൈസുള്ള ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീര്, അത് മുഴുവൻ ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ ഒരു 2 വേപ്പിലയും, ഒരു പച്ചമുളക്, ഒരു ചെറിയ ടൊമാറ്റോയുടെ ഒരു കുഞ്ഞ് കഷ്ണം. ഇത് മിക്സിയിലോട്ട് എല്ലാം ഇട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. എരിവ് കൂടുതലുള്ളവർക്ക് 2 പച്ചമുളക് എല്ലാം ഇച്ചിരി ഇച്ചിരി കൂട്ടാം കേട്ടോ. എനിക്ക് എരിവ് കുറവ് മതി, അതുകൊണ്ട് ഞാൻ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. മിക്സിയിലിട്ട് കൊണ്ടുവന്ന് ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഒരു 200 ഗ്രാം അളവുള്ള മീനാണ് കേട്ടോ. ഇനി ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 to 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഒരുവിധം നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരയ്ക്കാം. ഇനി നമുക്ക് ഈ മീനിൻ്റെ പുറത്ത് നമുക്ക് ആ അരച്ചു കൊണ്ടുവന്ന അരപ്പ് നന്നായിട്ട് പുരട്ടാം. അകത്തും പുറത്തും എല്ലാം നന്നായിട്ട് കൊള്ളുന്ന പോലെ, എല്ലായിടത്തും ആവുന്നത് പോലെ പുരട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എരിവ് തീരെ എരിവ് കുറവായിരുന്നു. കാരണം എരിവ് കുറവ് മതിയായതുകൊണ്ടാണ്. നിങ്ങൾ ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ എരിവ് കൂടുതൽ. വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യണം, മീന് തവ ഫ്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പുരട്ടി ഡീപ്പായിട്ട് എല്ലായിടത്തും അപ്പുറവും ഇപ്പുറവും ഒക്കെ നന്നായിട്ട് പുരട്ടണം കേട്ടോ. കണ്ട അകത്ത് ഇങ്ങനെ വരഞ്ഞ ഉള്ളിലെല്ലാം പിടിക്കുന്ന വിധത്തിൽ 2 വശവും നന്നായിട്ട് നമുക്ക് പുരട്ടാം. മൊത്തം അരപ്പ് ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ബാക്കി ഒരു കുറച്ച് അരപ്പ് ബാക്കിയുണ്ട്. അത് നമ്മൾ മാറ്റി വെക്കണം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇനി ഈ മീന് ഒരു 4 hours നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അതിനെ ഞാൻ ക്ലീൻ ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 4 hours നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. 4 hours കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇനി അത് മൊരിയിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഗ്രിൽ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രിൽ പാൻ ഇല്ലാത്തവർക്ക് സാധാരണ പാന് നമ്മുടെ തവയിൽ വെച്ചിട്ട് വറക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആ മീൻ കിടക്കുന്ന പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ആ ഫിഷ് എടുത്ത് തവയിലോട്ട് വെച്ചു. എന്നിട്ട് താഴ്ത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 2 minutes നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. 2 minute കഴിഞ്ഞപ്പോൾ ഞാനത് മറിച്ചിട്ടു. അപ്പുറത്തെ വശവും 2 minute മൊരിയിച്ചെടുക്കണം. മറിച്ചിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക.
മറ്റേ സൈഡും 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വാഴയിലയിലോട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് ഈ വാഴയിലയിൽ ഈ മീന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിൻ്റെ പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തും പുരട്ടി കൊടുക്കണം. പുരട്ടി കൊടുത്തതിന് ശേഷം വാഴയില നന്നായിട്ട് പൊതിയണം. അപ്പം നമുക്ക് ആ അരപ്പ് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. വാഴയില വെച്ച് നന്നായി പൊതിഞ്ഞിട്ടുണ്ട്. അത് പൊതിഞ്ഞതിന് ശേഷം പിന്നെയും എഗെയിൻ നമ്മൾ ആ തവയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ തവ തന്നെ എഗെയിൻ ഞാൻ സ്റ്റൗവിൽ വെച്ചു, സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ വാഴയിൽ വെച്ച് പൊതിഞ്ഞ് വെച്ച ഫിഷ് എടുത്ത് നമുക്ക് ഒരു 7 മിനിറ്റ്സ് ഫ്രൈ ചെയ്യണം. ഞാൻ ഫിഷ് എടുത്ത് തവയിൽ വച്ചു. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ്സ് മോർ നമ്മൾ നന്നായിട്ട് അത് ഉള്ളു എല്ലാം വെന്ത് മൊരിയുന്നത് വരെ വേവിക്കുക. ലോ ടു മീഡിയം തീയിൽ വേണം നമ്മൾ ഇത് മൊരിയിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. ഇനി ഒരു 7 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇനി ഈ വശവും അടച്ചു വെച്ചിട്ട് ഒരു 6 to 7 മിനിറ്റ്സ് മൊരിയിച്ചെടുക്കാം. 2 വശവും മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വാഴയിലയെല്ലാം മാറ്റി നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വെറൈറ്റി ആയിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള എന്താണ് പച്ചമുളകിൻ്റെ അയിരവും കുരുമുളക് പിന്നെ അതുപോലെ തന്നെ നാരങ്ങനീരും എല്ലാം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വാഴയിലയിലൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. 4 hours ഒരു മാരിനേഷൻ ടൈം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും വ്യത്യസ്തമായ രുചിയിൽ നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. സോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്സും കമൻസും ഷെയർ ചെയ്യുന്നതുമാണ് എൻ്റെ സപ്പോർട്ട്. സോ എല്ലാവരും എൻ്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. ലവ്ലി നസ്രത്ത്.